പക്ഷേ ഒരു എക്സിറ്റ് പോള് കേരളത്തിൻ്റെ അടുത്ത കാല ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു എക്സിറ്റ് പോള് നടത്താനുള്ള ധൈര്യം ഒരു ചാനലും നടത്തിയിട്ടില്ല. എന്തുകൊണ്ടത്? ഒരു ഇഫക്റ്റും ഇല്ലാത്തൊരു മനുഷ്യൻ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് ഈ പറയുന്ന എക്സിറ്റ് പോള് നടത്താതെ ശേഷിയില്ലാതെ പോയത് വളരെ വ്യക്തമാണ്. രണ്ടാമത്തെ കാര്യം എനിക്ക് കേരളത്തിലെ 3.5 കോടി ജനങ്ങളോട് പറയാനുള്ളത്, ഇത് അടിച്ചേൽപ്പിച്ചൊരു തെരഞ്ഞെടുപ്പാണ്. ജനങ്ങൾ അതിൽ പ്രതിഷേധത്തിലാണ്. ആ രീതിയിൽ ഇതിനെ ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തിയവരാണ് ഈ പറയുന്ന LDFും ചെറുതായിട്ട് UDFും. പക്ഷേ നിജസ്ഥിതി നേരെ തിരിച്ചാണ്. ജനങ്ങൾ ആവേശപൂർവ്വം ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റെടുത്തിരിക്കുകയാണ്. അതാണ് തെരഞ്ഞെടുപ്പ് പെർസെൻറ്റേജ് കാണുന്നത്. 2021 ഞാൻ മത്സരിച്ചപ്പോൾ ഉണ്ടായ പെർസെൻറ്റേജിൻ്റെ അടുത്തേക്ക് എത്താൻ 76% ആയിരുന്നു 21. 75.37% എന്ന് പറഞ്ഞാൽ 1%, 0.5% കുറവ് ആണ് രേഖപ്പെടുത്തിയത്. അതും ഈ കടുത്ത മഴയിൽ, ഈ കാലാവസ്ഥ പ്രശ്നങ്ങളിൽ ജനങ്ങൾ എന്തുകൊണ്ട് ഇത്ര അധികം വോട്ട് ചെയ്തു? മറുപടി പറയേണ്ടവർ ഇതിനെ ഗണ്ണിക്കാൻ വേണ്ടി ഞാൻ അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണ് എന്ന് പറഞ്ഞവരാണ്. മാത്രമല്ല, ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്ന കണക്ക് പ്രകാരം 1,74,667 വോട്ടാണ് പോൾ ചെയ്തിട്ടുള്ളത്. എന്നാൽ 2021 പോൾ ചെയ്തത് 1,73,443 എന്ന് പറഞ്ഞാൽ 1,224 വോട്ട് ആ 21-നേക്കാളും ഇപ്പൊ തന്നെ പോൾ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്, ഇനി ഇതിൽ പ്രായം ചെന്നവരുടെ വീട്ടിൽ കൊണ്ടുപോയി ചെയ്ത വോട്ടും അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ വോട്ടും ഇതിലേക്ക് ആഡ് ഓൺ ചെയ്യേണ്ടതാണ്. അപ്പൊ എവിടെയാണ് ജനം, എങ്ങനെയാണ് ഇത് ഏറ്റെടുത്തത്? ഇത്ര വാശിയോട് കൂടിയിട്ട് ജനം ഇത് ഏറ്റെടുത്തതിന്റെ റിസൾട്ട് തിങ്കളാഴ്ച രാവിലെ 10 മണിയാകുമ്പോഴേക്കും നമുക്കറിയാം. മറ്റൊരു അത്ഭുതാവഹമായ കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാം. എനിക്ക് പിന്തുണ ലഭിച്ചതിൽ ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിച്ചത് സഹോദരിമാരുടെയും അമ്മമാരുടെയും വോട്ടാണ്. ഇവിടെ ആ പുരുഷന്മാർ വോട്ട് ചെയ്തത് 81,007 വോട്ടാണ് പുരുഷന്മാർ ചെയ്തത്. എന്നാൽ സ്ത്രീ വോട്ട് 93,658 എന്ന് പറഞ്ഞാൽ 12,651 വോട്ട് കൂടുതലാണ് സ്ത്രീകൾ ചെയ്തിട്ടുള്ളത്. പുരുഷനും സ്ത്രീകളും തമ്മിലുള്ള മണ്ഡലത്തിലെ വ്യത്യാസം ഏകദേശം 2000 ചില്ലാൻ സ്ത്രീകൾ കൂടുതലാണ്. അത് ലോജിക്കലായി അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ 12,651 സ്ത്രീ വോട്ടർമാർ വോട്ട് വർദ്ധിപ്പിച്ച് കൂടുതൽ വോട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ഇതിന്റെ നിജസ്ഥിതി എന്താണ് എന്ന് തലക്ക് ബുദ്ധിയുള്ളവർക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. ഇവിടെ ഇതിന് തൊട്ട് മുമ്പ് നടന്ന വയനാട് പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, അതിൽ 61 ചില്ലാനം പെർസെൻറ്റേജ് പോളിംഗ് ശതമാനം രേഖപ്പെടുത്തി, വെറും 61.7. ആ സ്ഥാനത്താണ് 76%, 0.25% കുറവുള്ളതിലേക്ക് ഈ പറയുന്ന വോട്ട് രേഖപ്പെടുത്തിയത്. മാത്രമല്ല, ഈ പാർലമെന്റ് ഇലക്ഷന്റെ കണക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ കുറവ് സ്ത്രീ വോട്ടർമാരാണ്. പെർസെൻറ്റേജ് ഈ പറയുന്നത് 61 എന്ന് പറയുമ്പോൾ 61.7 എന്ന് പറയുമ്പോൾ ഏകദേശം 14% കുറഞ്ഞു. 21 നടന്ന തെരഞ്ഞെടുപ്പിനേക്കാളും വോട്ടർമാർ ഇവിടെ വോട്ട് പോൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് PV അൻവർ അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണ് എന്ന വാദഗതി എവിടെയും നിൽക്കുന്നില്ല. PV അൻവർ ഉയർത്തിയ വിഷയങ്ങൾ ആ നാടിലെ ജനങ്ങളുടെ എക്സിസ്റ്റൻസിന്റെ പ്രശ്നമായിരുന്നു. ആ എക്സിസ്റ്റൻസ് കണക്കാക്കിയിട്ടാണ് ഈ ജനങ്ങൾ മുഴുവൻ വന്ന് വോട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഈ വന്യമൃഗ ശല്യവും വന്യമൃഗങ്ങളുടെ കൃഷിനാശവും വലിയ വിഷയം തന്നെയാണ്. നമ്പർ 1 ഇന്ന് വരെ അവർ അഡ്രസ്സ് ചെയ്തിട്ടില്ല. വോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ രാവിലെ വന്ന വാർത്ത പാലക്കാട് ജില്ലയിലെ മുണ്ടൂരിൽ വീട്ടിൻ്റെ മുറ്റത്ത് ഒരു പാവപ്പെട്ട തൊഴിലാളിയെ ആന ചവിട്ടിക്കുന്ന വാർത്തയാണ്. ഇന്നത്തെ മനോരമ പത്രത്തിൽ ഇന്ന് രാവിലത്തെ ഞാൻ ഇപ്പോൾ വായിച്ചുള്ളൂ, ഫ്രണ്ട് പേജിലെ വാർത്ത 4 വയസ്സുള്ള ഒരു കുട്ടിയെ, വാൽപ്പാറ എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയുടെ ബൗണ്ടറിയാണ്, തമിഴ്നാടിൻ്റെ എസ്റ്റേറ്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് കിടക്കുകയാണ്.
കേരളം തന്നെ വേണമെങ്കിൽ പറയാം. 4 വയസ്സുള്ള കുട്ടിയെ അച്ഛൻ്റെയും അമ്മേൻ്റെയും മുമ്പിൽ നിന്ന് ഇന്നലെ വൈകുന്നേരം 4:30 മണിക്ക് പെട്ടെന്ന് ചാടി വീണ പുലി എടുത്തുകൊണ്ടുപോയി. തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അങ്ങോട്ടാ കൊണ്ടുപോയത് കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ആവർത്തിച്ച് പറയുന്ന വിഷയം ഇതാണ്. കേരളം തുറന്നിട്ട മൃഗശാലയായി കഴിഞ്ഞു. ഒരക്ഷരം മിണ്ടാത്ത മന്ത്രി, ഒരക്ഷരം പ്രതികരിക്കാത്ത മുഖ്യമന്ത്രി. ഈ തെരഞ്ഞെടുപ്പിന് ഞാൻ രാജിവെക്കുന്നതിന്റെ പ്രധാന കാര്യമായി ഉന്നയിച്ച വിഷയം ഇവിടെ ഫോറസ്റ്റിൽ കൊണ്ടുവന്ന അമെൻമെന്റ് ബില്ലായിരുന്നു. ഒരു മറുപടി അതിന് പറഞ്ഞിട്ടില്ല. ഒരു മനുഷ്യന് ഈ ഗവൺമെന്റ് വിലയിട്ടിരിക്കുന്ന 10 ലക്ഷമാണ്. ഒരു മനുഷ്യ ജീവന് നിങ്ങൾ മനസ്സിലാക്കണം. മരുമോൻ ഈ പറയുന്ന എന്താ പറയാ ബേപ്പൂർ ഉത്സവത്തിന് 4 റീലുണ്ടാക്കാൻ 39,40,000 രൂപയാണ്, 60,000 രൂപ എന്ന് പറഞ്ഞാൽ 9,60,000 രൂപ. 9,60,000 രൂപ 2 മിനിറ്റിന്റെ റീല് 10ാം ക്ലാസ്സിലെ കുട്ടികൾ ഉണ്ടാക്കും. അപ്പൊ മരുമകന് ഒരു റീൽ ഉണ്ടാക്കാനുള്ള 2 മിനിറ്റിന്റെ റീലിനും 10 ലക്ഷം. പച്ച മനുഷ്യനെ ഈ മൃഗങ്ങൾ കടിച്ചു തന്നാൽ അതിനും 10 ലക്ഷം. ഈ വിഷയമാണ് ഇവിടെ അടിസ്ഥാനപരമായി ഉന്നയിച്ചത്. പിന്നെ ഗവൺമെന്റ് വ്യക്തമാക്കാത്ത വലിയൊരു വിഷയം, ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു കടലാസ് വെച്ച് നടക്കും. ഒരു സ്കെച്ച് ഉണ്ടാകും അവരുടെ അടുത്ത്. ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാൽ അത് കാണൂല. ഇവിടെ ഒരു റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. 977 മുമ്പ് പട്ടയം കിട്ടിയവര്, 950 തൊട്ട് ആധാരവും മറ്റു പട്ടയങ്ങളും ഉള്ളവര്. ഈ പട്ടയമുള്ളവരെയാണ് എവിക്റ്റ് ചെയ്യുന്നത്. അവരെന്താ പറയുന്നത്? ഞങ്ങളുടെ രേഖയിൽ ഇങ്ങനെയാണ്. ഒരു കടലാസും ഇല്ല. ഞാൻ ഈ പറഞ്ഞ കണ്ണുകൊണ്ട് നോക്കിയാൽ, മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ കാണുന്ന ഒരു സ്കെച്ച്. അപ്പൊ ഭൂമിയുടെ അവസാന അതോറിറ്റി കേരളത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണോ അതല്ല റവന്യൂ അതോറിറ്റി ആണോ എന്ന് സർക്കാർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് റവന്യൂ ആണ് ഭൂമിന്റെ അവസാന വാക്ക് പറയേണ്ടത്. കേരളത്തിൽ അതുപോലും പറ്റൂല. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇല്ല. ഇവിടെ PWD റോഡ് ഫോറസ്റ്റ് എൻക്രോച്ച് ചെയ്താൽ അത് എൻക്രോച്ച് ചെയ്തു എന്ന് PWDയിലെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞാൽ അവരുടെ പേരിൽ കേസെടുക്കണം. എല്ലാ റോഡുകളും നിലമ്പൂരിൽ എൻക്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിലമ്പൂർ മാത്രമല്ല, കേരളത്തിൽ ഫോറസ്റ്റിലോടത്തൊക്കെ ഇതാണ്. അതിന് ആധാരമായി പറയുന്നത് ഈ പറയുന്ന PWD ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലെ അടിസ്ഥാന രേഖക്ക് ഒരു വിലയില്ല. പല തവണ എന്താ പറയാ മുഖ്യമന്ത്രിക്കും റവന്യൂ മന്ത്രിക്കും കത്ത് കൊടുത്താൽ ഞാൻ നിയമസഭയിൽ ഉന്നയിച്ച വിഷയമാണ്. അപ്പൊ ഇത്തരം വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അതിനെ മാറ്റിമറിച്ചുകൊണ്ട് അതിലേക്ക് ശ്രദ്ധ വരാതെ അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ഏർപ്പാടുകളും അന്തർദേശീയ കാര്യങ്ങളും ഒരു കാര്യം നിലമ്പൂരിലെ ജനങ്ങൾ ചെവി കൊടുത്തിട്ടില്ല. വിരുന്ന് വന്നവരൊക്കെ പോയല്ലോ, എല്ലാവരും പോയി. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ PV അൻവറിന് ബൂത്തിൽ ആളില്ല, അത് ഇത് എന്നൊക്കെ പറയുന്നുണ്ട്. PV അൻവർ ഈ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ ചിത്രം ഇതുപോലെയൊന്നും ആകുമായിരുന്നില്ല. നമ്മൾ പരിപൂർണമായും പിണറായി സത്തിനെതിരെ തകർക്കാൻ UDFന് മനസാവാച പിന്തുണ കൊടുത്ത് വന്നെടുത്ത് എൻ്റെ പെടലിക്ക് പിടിച്ച് പുറത്തേക്ക് തള്ളിയതാണ് പ്രതിപക്ഷ നേതാവ്. നിങ്ങൾ കണ്ടതാണ്. ആ ഘട്ടത്തിലാണ് ഇവിടെ ഈ മത്സരത്തെ നേരിടുന്നത്. എന്താ മത്സരത്തിന്റെ സ്ഥിതി? 139 MLA ഈ മണ്ഡലത്തിൽ 10-15 ദിവസം അവിടെ കിടന്നുറങ്ങിയില്ലേ? മന്ത്രിമാർ മുഴുവൻ, മുഖ്യമന്ത്രി, അന്യ സംസ്ഥാന മുഖ്യമന്ത്രിമാര്, ആഭ്യന്തരമന്ത്രിമാര്, കേരളത്തിലെ മുഴുവൻ MP മാര്. ഒരു ബൂത്തിന് എന്ന് പറഞ്ഞാൽ 263 ബൂത്താണ് ഉള്ളത്. ഒരു MLAക്ക് 2 ബൂത്തിന് ചാർജാണ്. ഒരു ബൂത്തിലേക്ക് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉള്ള ലെവലിലാണ്. കേരളത്തിലെ മുഴുവൻ പഞ്ചായത്ത് പ്രസിഡന്റുമാര്, കേരളത്തിലെ മുഴുവൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാര്, കോർപ്പറേഷൻ മേയർമാര്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാര്, ആരാ ബാക്കി? ഓരോ വ്യക്തിയെയും അപഗ്രഥനം ചെയ്തിട്ട് അവന്റെ വീട്ടിൽ പോയി സ്വാധീനിക്കായിരുന്നു. അവിടെ ഈ 4 പാവപ്പെട്ട തൊഴിലാളികളെയും കൊണ്ടിട്ട് PV അൻവർ ഈ പോരാട്ടം നടത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാ. എന്തുകൊണ്ടാണ് ഹാപ്പി ആവുന്നത്? ഇവര് ജനത്തെ വെല്ലുവിളിച്ച്, ആ ജനം തിരിച്ച് അവരെ വെല്ലുവിളിച്ചു. നിലമ്പൂരിലെ എല്ലാ വീട്ടിന്റെ അടുക്കളയിലും പോയി എന്താ പറയാ കാവലിരുന്ന് കാല് പിടിക്കുന്ന ഗതികേടിലേക്ക് കേരളത്തിലെ മുഴുവൻ മന്ത്രിമാരും MLA മാരും പാർട്ടി നേതാക്കളും എത്തിച്ചു. ജനത്തിന്റെ വില എന്താന്നുള്ളത് കാണിച്ചു കൊടുത്തു PV അൻവർ. ഞാൻ ജയിച്ചു നിൽക്കുകയാണ്. ഇതിലും വലിയ ജയം ഞങ്ങൾക്ക് എന്താ വേണ്ടത്? അത് തന്നെയാണ് ജയം. PV അൻവർ എന്ത് ചുക്ക് ചെയ്യും? 2000 വോട്ട്, 3000 വോട്ട്, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ 5000 വോട്ട്, കുറച്ച് കഴിഞ്ഞപ്പോൾ 7000 വോട്ട്, ഇപ്പൊ ഒരു 10,000-ലേക്ക് ഇങ്ങനെ ഞെരുങ്ങി എത്തി നിൽക്കുകയാണ്. ആരെ വെല്ലുവിളിക്കുന്നത്? ജനത്തിനെയാണ്. ഞാൻ അടിവരയിട്ട് പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനപ്പുറമാണ്.
മനുഷ്യരുടെ നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. ആ റിസൾട്ട് ഇവിടെ ഉണ്ടാവും. പിന്നെ പിണറായിസം എന്താ സ്ഥിതി? ഇന്ന് വരുന്ന വാർത്തകൾ എന്താ? ഈ ADGP അജിത് കുമാറിന് എന്തിനാണ് ഇത്ര വാശി പിടിച്ച മുഖ്യമന്ത്രി ഇത്രയും വലിയൊരു കള്ളന്റെ കയ്യിൽ തന്നെ കേരളത്തിന് താക്കോൽ ഏൽപ്പിക്കണം എന്നുള്ള വാശി എന്താ? എന്താണ് അജിത് കുമാറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഈ ആത്മബന്ധത്തിന്റെ എന്ത് കച്ചവടമാണ് ഇവർ തമ്മിലുള്ളത്? ഇന്നിപ്പോ രാവിലെ മനോരമ, മാതൃഭൂമി ഉൾപ്പെടെയുള്ള എല്ലാ വാർത്തകളും, ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള വാർത്ത എന്താ? യോഗേഷ് ഗുപ്ത എന്ന് പറയുന്ന DGPയുടെ ക്ലിയറൻസ് ലെറ്റർ ഇതുവരെ കൊടുത്തിട്ടില്ല. വിജിലൻസ് ക്ലിയറൻസ്. ഒരു പരാതി ഇല്ലാത്ത മനുഷ്യനാണ്. അപ്പൊ ആ ലിസ്റ്റിൽ വരാൻ സാധ്യതയുള്ള ഒരു വ്യക്തി അദ്ദേഹമാണ്. 9 തവണ കേന്ദ്രം UPSC കത്തയച്ചെന്ന ഇപ്പൊ വരുന്ന വാർത്ത. 9 തവണ. മിനിഞ്ഞാന്ന് നമ്മുടെ അവസാന കത്ത് അടിയന്തരമായി നൽകണമെന്ന് പറഞ്ഞിട്ട് അവസാനത്തെ കത്ത് മിനിഞ്ഞാന്നാ കൊടുത്തിട്ടില്ല, 19-ാം തീയതി. എന്താ കൊടുക്കാത്തതിന് കാരണം? അപ്പൊ കൊടുക്കൂല. ഇയാൾക്ക് 30 വർഷത്തെ, അജിത് കുമാർ 30 വർഷം സർവീസ് ഇല്ല. അത് അതിന്റെ ബേസിക് പ്രിൻസിപ്പിളാണ്. 30 വർഷം സർവീസ് ഇല്ല ഒരാളുണ്ടെങ്കിൽ അയാളെ ലിസ്റ്റാ കൊടുക്കേണ്ടത്. അത് മാറ്റി വെക്കുക. അപ്പൊ എന്താണ് ഈ കള്ളത്തരം? ഇതിന്റെ പിന്നിൽ ഞാൻ പറഞ്ഞ ആ വാദഗതിയിൽ നിന്ന് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് മാറാൻ കഴിയാത്തത്? ആളുകളെ എന്താ ബോധ്യപ്പെടുത്താൻ കഴിയാത്തത്? പരാതി കൊടുത്ത എനിക്ക് ആ പരാതിയുടെ റിപ്പോർട്ട് ഇന്ന് വരെ നൽകിയിട്ടില്ല. വിവരാവകാശ പ്രകാരം കൊടുത്ത് കാത്തിരിക്കുക. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കോടതിയെ സമീപിക്കാൻ നിൽക്കുകയാണ്. ഇതൊരു ഭാഗം. ഇതവിടെ ചർച്ചയാവില്ലേ? ഈ പറയുന്ന സുജിത് ദാസിനെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിന്റെ ആഫീസിന് തൊട്ട് ജാരിയിലെ ആഫീസിലാണ് നിയമനം കൊടുത്തിരിക്കുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലാ? നാട് മുഴുവൻ, എയർപോർട്ട് കൂടെ മുഴുവൻ കോടാനകോടിയുടെ കള്ളക്കടത്ത് നടത്തി. ഇതൊന്നും തികയായിട്ട് വീടിന്റെ മുറ്റത്ത് SP ക്യാമ്പ് ഓഫീസിലുണ്ടായിരുന്ന മരം മുറിച്ചുകൊണ്ടേ ചങ്ങാതി കാട്ടുകള്ളൻ. ഒരു അന്വേഷണം നടത്തിയോ? ഈ കോടികൾ ഉണ്ടാക്കിയ ഒരുത്തനെന്താ ഒരു 1.5-2 ലക്ഷം റുപ്യ തേക്ക് മുറിച്ചു കൊണ്ടോണ്ട കാര്യം? അത് ഇൻബോൺ ക്രിമിനൽസ് ഉണ്ടാവും, ഇൻബോൺ കള്ളന്മാര്. അയാൾ ഇനി കോടീശ്വരനായാലും ഒരു ഓഫീസിൽ കയറിയിരുന്നാല് ആ മേശപ്പുറത്ത് നല്ലൊരു പേന കണ്ടാല് അടുത്ത് കീശിൽ വെക്കും. അത് ഇൻബോൺ ക്രിമിനൽസാ, കള്ളന്മാരാ. അതിൽപ്പെട്ടവനാണ് ഈ സുജിത് ദാസ്. മനസ്സിലായ ഞങ്ങള്? ഇത്രയും കോടി ഉണ്ടാക്കി എനിക്കറിയാം. അതിന് കണക്കും കൊടുത്താ. അപ്പൊ പിന്നെ ഓഫീസിന്റെ മുറ്റത്ത് കിടക്കുന്ന തേക്ക് മറ്റു 4 മരം വിറ്റപ്പം അതിന്റെ കൂട്ടത്തിൽ മുറിച്ചുകൊണ്ടേ എന്റെ കാല് പിടിച്ച് വീഴാൻ നിങ്ങൾ കണ്ടതാണല്ലോ. സാറേ 30 കൊല്ലത്തെ സർവീസ് ഉണ്ട്, എന്തും ചെയ്യാം. സാറ് പറഞ്ഞ അടിമപ്പണി എടുക്കാം, എനിക്കെന്താന്ന് ഒന്നോർത്തുകൂടിയിരുന്നോ? ആ കേസൊന്ന് അന്വേഷിച്ചോ? ആ മരം മുറിച്ച കരാറെടുത്ത കോൺട്രാക്ട് എടുത്ത വ്യക്തി അതിന്റെ 1 കിലോമീറ്റർ അപ്പുറത്താ. അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പം SP ഓഫീസിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ വരാം, ഞാൻ മുറിച്ച മരം കുറ്റി ഞാൻ കാണിച്ചു വരാം. SP ഓഫീസിൽ നിന്ന് SP ക്യാമ്പ് ഓഫീസിലേക്ക് 700 മീറ്ററേ ഉള്ളൂ. അയാളെ കൊണ്ടുപോയില്ലല്ലോ. കൊണ്ടുപോയാലെന്താ? കേസ് തെളിയും. ഈ ജാതി പരിപാടി നടത്തിക്കൊണ്ടിരിക്കുക. അതിനെ PV അൻവർ ചോദ്യം ചെയ്തത്. ഇപ്പൊ വയനാട്ടിൽ ഇന്നത്തെ പത്രത്തിലെ വാർത്ത നിങ്ങൾ നോക്കൂ. എന്തൊരു അക്രമമാണ് ഈ പിണറായി കാണിക്കുന്നത്. ഒരു കരുണ ആ മനുഷ്യരോടുണ്ടോ? 2ാമത്തെ മഴ വർഷം ആരംഭിച്ചു. 403 കുടുംബങ്ങളാണ് സർക്കാർ കണക്കിലുള്ളത്. 776 കോടി റുപ്യ ജനങ്ങൾ കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ വയനാട് ദുരിതാശ്വാസ ഫണ്ടിക്ക്. എന്താ നിങ്ങളൊന്നും ഇത് പറയാത്തത്? 776 ഹരിക്കണം 403 എന്ന് പറഞ്ഞാൽ ഏകദേശം 1.25 കോടി റുപ്യ ഓരോരുത്തർക്ക് ചെക്ക് എഴുതി കൊടുക്കുക. എവിടെയും പോയി നീ ജീവിച്ച ജനങ്ങൾ എന്ന പൈസ ഒരു പൈസയും സർക്കാർ മുടക്കണ്ട. ഇന്നത്തെ വാർത്ത എന്താ പറയുക? 104 ആളുകൾ 15 ലക്ഷം വാങ്ങി പോയി. ഇന്നലെ പൈസ വാങ്ങിയവര് ആരാ പറയാനുള്ളത്? 1.25 കോടി റുപ്യ കൊടുക്കാൻ ജനങ്ങൾ കൊടുത്ത പൈസ കയ്യിലുണ്ടായിട്ട് ജനങ്ങൾ കൊടുത്ത പൈസ ഉണ്ടായിട്ട് ആ ചെക്ക് എഴുതി കൊടുത്ത് ഒരാഴ്ച കൊണ്ട് ഈ പ്രശ്നം തീർക്കാം. ആ മനുഷ്യര് ഈ 15 ലക്ഷം റുപ്യ വാങ്ങിപ്പോയി. ഊരാളുങ്ങൾ സൊസൈറ്റിക്ക് കൊള്ളയടിക്കാനാ അവിടെ മറ്റൊരു കരാറ് 3000 റുപ്യ സ്ക്വയർ ഫീറ്റിന്. അത് ജനങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയ 2000 എന്ന് പറഞ്ഞു. ഭൂമി കച്ചവടം വലിയ കച്ചവടം. ഞാൻ അന്നേ പറഞ്ഞു, ഈ ആളുകളെ മുഴുവൻ ഒരു സ്ഥലത്ത് കുടിയിരുത്തണമെന്ന എന്താ ഇത്ര വാശി? ഒരാൾക്കും വേണ്ടാത്ത എസ്റ്റേറ്റ് തൊള്ളയിൽ കൊണ്ട് വില കൊടുത്ത് വാങ്ങി. എന്നിട്ട് അവർക്ക് കോടതി പോകാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തു.
കോടതി വീണ്ടും വില കൂട്ടിക്കൊടുത്തു. കാരണം ആദ്യത്തെ വിധിയിൽ തന്നെ പറയുന്നുണ്ട്, കാരണം നിർബന്ധപൂർവ്വം എടുക്കുകയാണ്, അവരെ സമ്മതമല്ലാതെ എടുക്കുന്നത്. നിർബന്ധപൂർവ്വം എടുക്കുമ്പോൾ മാന്യമായ വില കൊടുക്കണം എന്ന് ഹൈക്കോടതി പറയും. നിയമം അങ്ങനെയാണ്. ഒരു ക്രൈസിസ് മാനേജ് ചെയ്യാൻ ഗവൺമെന്റിന് എന്തും ഏറ്റെടുക്കാം. ഗവൺമെന്റിന് ആ ലാൻഡ് മാത്രമേ പറ്റുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞു, മരുമകനും എസ്റ്റേറ്റ് ഉടമകളും തമ്മിൽ എന്താ പറയുക, അണ്ടർസ്റ്റാൻഡിങ് ആണ്. സ്വാഭാവികമായും കോടതി പറഞ്ഞു അവർ പറയുന്ന വില നിങ്ങൾ കൊടുക്കണം. സർക്കാർ നിശ്ചയിച്ച വില പോരാറിനപ്പോൾ സുപ്രീം കോടതിക്ക് പോയതാ. 10,000 റുപ്യ സെന്റിന് ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി വയനാട്ടിൽ കിട്ടാനുണ്ട്. പിണറായിക്ക് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം. ഇപ്പം 50,000 ക്ലോസ് ചെയ്തു. 1,00,000 സെന്റിന് വേണമെന്നാണ് പറഞ്ഞത്. സുപ്രീം കോടതി അലൗ ചെയ്യും. കാരണം ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്, അവരെ നിങ്ങൾ ഫോഴ്സ്ഫുള്ളി എടുക്കുന്ന ലാൻഡാണ്, അതുകൊണ്ട് മാന്യമായ വില കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവ എത്ര കോടി അടിച്ചു മാറ്റണം? അതിന് പുറമെയാണ് ഇപ്പം ഇത്. ഒരു കൊല്ലമായി വാടക കൊടുക്കാറുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിൽ വാടകക്ക് സമരം ചെയ്യുക പാവങ്ങൾ. മനസ്സിലായോ? 18 രോഗികളുണ്ട് ഡയാലിസിസ് ചെയ്യുന്നത്. ഒരു പൈസയും കൊടുത്തിട്ടില്ല, വാടക കൊടുക്കുന്നില്ല, ഭക്ഷണം കൊടുക്കുന്നില്ല, കുട്ടികൾക്ക് വിദ്യാഭ്യാസ സൗകര്യം ഏർപ്പാട് ഒന്നുമില്ല. ഈ 777 മൂപ്പര് പോക്കറ്റിലിട്ടിട്ട് അതിനെ കൊള്ളടിച്ച് 103 ഇപ്പൊ പുറത്തേക്ക് പോയി. ഞങ്ങള് ഇന്നത്തെ പത്രത്തിൽ വാർത്ത TV അൻവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് പറയാതിരിക്കാൻ പറ്റുമോ? ഇതിലും വലിയ ഒരു എന്താ പറയാ മനുഷ്യത്വ വിരുദ്ധ പ്രവർത്തനം എന്താ? ആരെങ്കിലും ചോദിക്കാനുണ്ട്? ആരെങ്കിലും? എവിടെ പ്രതിപക്ഷ നേതാവ്? എന്താ ഇടപെടാത്തത്? ഈ അജിത് കുമാറിന്റെ വിഷയത്തിൽ ഈ കത്തയച്ചതിന് ശക്തമായ നിലപാട് സ്വീകരിക്കണം ഞാൻ പേഴ്സണലായി വിളിച്ചു പറഞ്ഞ ഉണ്ടായോ? അപ്പൊ എവിടെയാ ഈ നെക്സസ്? ഒരാളുമില്ല. ജനങ്ങൾ അന്തം വിട്ട് നടക്കുക. എന്താ പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തം? എന്താ നിർവഹിക്കാത്തത്? ഇപ്പൊ 104 ഇത് പോയി. ഇപ്പോ ഒരു 4 മാസം മുമ്പ് നിലമ്പൂരിൽ ഈ പറയുന്ന 10 വീടുകൾ KMCC ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അതിൽ ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങളും കുഞ്ഞാടി സാഹിബ് ഒക്കെ പങ്കെടുത്താണ്. പോത്തൽ പഞ്ചായത്ത് ഞാനിൽ പങ്കെടുത്തിരുന്നു, എന്നെ ക്ഷണിച്ചിട്ട്. അന്ന് ഞാൻ പറഞ്ഞു ലീഗ് നേതൃത്വത്തിനോട്, കുഞ്ഞാടി സാഹിബിനോട്, ദയവായി ഈ കൊള്ളയടിക്ക്, ഊരാളിന്റെ കൊള്ളയടിക്ക് നിങ്ങൾ നിൽക്കരുത്. പബ്ലിക്കായിട്ടാണ് പറഞ്ഞത്. ഓക്കെ അല്ലേ? ലൈറ്റിന് കുറവല്ലേ ഉള്ളൂ. പബ്ലിക്കായിട്ടാണ് ഞാൻ പറഞ്ഞത്. ആ പബ്ലിക്കായി പറഞ്ഞു. അവരത് ഗൗരവമായി കണക്കിലെടുത്തു. 100 വീടിന് സ്ഥലം കണ്ടെത്തി അവിടെ പണി തുടങ്ങി. എന്ന് പറഞ്ഞാൽ 104 വീട് ഇതും 100 വീട് KMCCന്റെ വീടും എത്രയായി? 204 വീടായി. ഇനി പിണറായി കൊടുക്കേണ്ട ആകെ 200 വീടാ. ആ 200 വീടിന് ഈ 767 കോടി ഉറുപ്പിക ജനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ജനങ്ങൾ കൊടുത്തതുണ്ട്. എന്താ ഇതിലൊന്നും ഇടപെടാത്തത്? എന്താണ് പ്രതിപക്ഷ നേതാവ് എവിടെ കിടന്ന് ഉറങ്ങാണ്? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ PV അൻവർ പറയുമ്പോൾ PV അൻവർ എന്താണ്? എന്താണ് അധിക പ്രസംഗി, അഹങ്കാരി. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വിശദീകരിക്കാനുള്ളത്. ബാക്കി കാര്യങ്ങൾ ജനങ്ങൾ അവരെ തീരുമാനം എടുത്തിട്ടുണ്ട്. ഞാൻ വീണ്ടും അടിവരയിട്ട് പറയാണ്. നിങ്ങൾ ചോദിക്കുന്നുണ്ട് 75,000 വോട്ട് കിട്ടും, എവിടുന്നാണ്? ഞാൻ സർവശക്തനായ ദൈവത്തെ വിശ്വസിക്കുന്ന ആളാണ്. ഇപ്പൊ ഈ വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്ന ആളുകളെ പോലെ തന്നെയാണ് ഈ മലയോര മേഖലയിലെ 1.5 കോടിയോളം ജനങ്ങൾ. അതിൽ 1 കോടി ജനങ്ങളുടെ കാര്യം എടുക്കാനില്ല. ഏത് സമയം ജീവൻ നഷ്ടപ്പെടുമെന്ന് അറിയാനില്ല. ഭയത്തിന്റെ മുൾമുനയിൽ ജീവിക്കുന്ന ഒരു വിഭാഗമായി മാറി. കൃഷി ചെയ്യാൻ ഒരു മാർഗവുമില്ല. ആ മനുഷ്യരുടെ ഹൃദയം തൊട്ട പ്രാർത്ഥന ആകാശത്തേക്ക് പോയിട്ടുണ്ട്. അതിനൊരു ഉത്തരമുണ്ടാകും എന്ന് തന്നെ ഞാൻ കണക്കാക്കുന്നത്. നിലമ്പൂരിലെ ജനങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ PV അൻവർ 75,000 വോട്ടിന് ജയിക്കും. അല്ലാതെ ഇതിൽ വേറെ മാജിക് ഒന്നുമില്ല. 50% ആളുകൾ രാഷ്ട്രീയത്തിന് അതീതമായി ഈ വിഷയം ഉൾക്കൊണ്ട് ചിന്തിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അവരുടെ മുന്നിലേക്കാണ് ഞാൻ ഇറങ്ങി തന്നത്. അവരുടെ ജീവന്റെ പ്രശ്നമാണ്, അവരുടെ ജീവിതത്തിന്റെ പ്രശ്നമാണ്. അവന്റെ ജീവന്റെ പ്രശ്നം, അവരുടെ ജീവിതത്തിന്റെ പ്രശ്നം മാറ്റിയിട്ട് ഞാൻ കോൺഗ്രസ് ആണ്, ഞാൻ CPM ആണ് എന്ന് പറഞ്ഞിട്ട് വോട്ട് ചെയ്യുന്നവരാണ് മുഴുവൻ ആളുകളെങ്കിൽ ഐ ആം ഹെൽപ്ലെസ്. ഒരു മനുഷ്യന് ചെയ്യാവുന്നതിന്റെ പരമാവധി കാര്യങ്ങൾ ഇത്തരം വിഷയങ്ങളിൽ പണ്ട് മുതലേ ഞാൻ ഇടപെട്ടിട്ടുണ്ട്, ഇപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഉത്തരം ഈ പറയുന്ന തിങ്കളാഴ്ച ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാവുന്നത് ഈ പേഴ്സണൽ സ്റ്റാഫുകളുടെ നിയമനം മന്ത്രിമാർ
ഇല്ല, അതൊക്കെ സ്ഥിരം പരിപാടിയല്ലേ. അതൊക്കെ തന്നെയല്ലേ ഈ നെക്സസ് എന്ന് പറയുന്നത്. എന്തിനാ എത്ര അധികം പേഴ്സണൽ സ്റ്റാഫ്സ്? ആവശ്യത്തിനാകാം. അപ്പോൾ അതൊക്കെ പോട്ടെ, അതിലും വലിയ ഭീകരമല്ലേ ഈ പറയുന്ന PSC. 5 കൊല്ലത്തെ സർവീസിന് 4 ലക്ഷം 4.5 ലക്ഷം 2.25 ലക്ഷം ശമ്പളം ഉണ്ടായിരുന്നത് 4 ലക്ഷം 4.5 ലക്ഷം ആക്കി കൊടുത്തു. ഈ 5 വർഷം കൊണ്ട് ഇവർക്ക് എന്താ കൊടുക്കാൻ പോകുന്നത്? പെൻഷനാണ് കൊടുക്കാൻ പോകുന്നത് ആനുപാതികമായിട്ട്. ആരാ ഈ PSC മെമ്പർമാർ കേരളത്തിൽ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഈ പിണറായിസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവരുടെ ബന്ധുക്കളും കുടുംബങ്ങളും 5 കൊല്ലം കൊണ്ട് അവർക്ക് പെൻഷനായി 2-2.5 ലക്ഷം റുപ്യ പെൻഷൻ വാങ്ങിയിട്ട് നടക്കുകയാണ്. ആരാ അതൊക്കെ ചെയ്യുന്നത്? ഈ തൊഴിലാളി വർഗ പാർട്ടി. പിന്നെ നിങ്ങളുടെ ചോദ്യം എങ്ങനെ ഈ വോട്ട് കിട്ടുക? ഞാൻ ഒറ്റക്കാര്യം ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പോ BJP എന്ന പാർട്ടി മുസ്ലിം ലീഗിന്റെ പണിയെടുക്കുകയാണ്. BJP പ്രവർത്തകർ എന്ത് തീരുമാനം എടുക്കും? മുസ്ലിം ലീഗ് എന്ന പാർട്ടി BJPന്റെ നയം ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ എന്ത് തീരുമാനം എടുക്കും? അതുപോലെ തന്നെയല്ലേ ഒരു തൊഴിലാളി വർഗ പാർട്ടി തൊഴിലാളികളെ പാടെ എന്താ പറയാ സൈഡ് ലൈൻ ചെയ്തിട്ട് അദാനി അംബാനി നമ്മുടെ പാർട്ണർമാരാണെന്ന് പറഞ്ഞിട്ട് മുതലാളിമാർക്ക് വേണ്ടി പണിയെടുക്കുന്ന പിണറായി കുടുംബം ഈ നാട് ഭരിക്കുമ്പം നിലമ്പൂരിലെ പാവപ്പെട്ട സഖാക്കളും തൊഴിലാളികളും എന്ത് തീരുമാനം എടുക്കുക? ആ തീരുമാനം ഇവിടെ നടപ്പിലാവും. ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ 1-ാം ഘട്ടം മുതൽ എന്താ പറയുന്നത്? വോട്ട് ചെയ്യാൻ ആദ്യം വന്ന് ബൂത്തിൽ വരി നിൽക്കുന്നവരുടെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ട സഖാക്കളും തൊഴിലാളികളും ആയിരിക്കും പിണറായിസത്തിനെതിരെ വോട്ട് ചെയ്യാൻ. അത് നിലമ്പൂരിൽ സംഭവിക്കും. ഇത് കേരളം ഒട്ടാകണ്ട്. ഈ മരുമോനെ സഹിക്കുന്നതിന് അപ്പുറമാണ്. പാർട്ടി സഖാക്കൾ സഹിക്കാൻ കഴിയില്ല. ഈ കുടുംബാധിപത്യവും SFIയും ആർക്കാ അറിയാത്തത്? വീടെ പൈസ വാങ്ങിയത് ഈ പറഞ്ഞ മാതിരി കൈക്കൂലിയാണെന്ന് ആർക്കാ അറിയാത്തത്? എന്ത് ന്യായീകരണം പാർട്ടിയുടെ നേതാക്കന്മാർ ചാനലിൽ നടത്തിയാലും പാവപ്പെട്ട സഖാക്കൾക്ക് ഈ കേരളത്തിലെ 3.5 കോടി എന്താ പറയാ 2ാം ക്ലാസ്സും ഗുസ്തിയില്ലോന് ഈ കാര്യം മനസ്സിലായിട്ടില്ലേ? ഈ നിമിഷം വരെ എന്ത് സർവീസാണ് കൊടുത്തത് എന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. എനിക്കൊരു കമ്പനി 2 കോടി റുപ്യ എന്നാൽ ഞാൻ എന്തിനാണ് വാങ്ങിയെന്ന് പറയണ്ടേ? അപ്പൊ സർവീസ് കൊടുത്തു പറഞ്ഞു. അപ്പൊ എന്ത് സർവീസാണ് കൊടുത്തത്? അതിന് ഉത്തരമില്ല. ഓക്കെ, ശരി. എവിടെ നിങ്ങളുടെ IT സർവീസ് കൊടുക്കണമെങ്കിൽ IT എഞ്ചിനീയർമാർ വേണമല്ലോ. ആ IT എഞ്ചിനീയർമാരുടെ ലിസ്റ്റ് ഇതാ. കമ്പനിയുടെ ചോദ്യം കമ്പനിയോട്. IT എഞ്ചിനീയർമാരുണ്ടെങ്കിലേ സർവീസ് കൊടുക്കാൻ പറ്റുള്ളൂ. IT എഞ്ചിനീയർമാരുണ്ടെങ്കിൽ എന്താണ്? ഈ കമ്പനിയിൽ നിന്ന് അവർക്ക് ശമ്പളം കൊടുത്തതിന്റെ ലിസ്റ്റ് കൊടുക്കണം. അതുമില്ല. ഇത് ഔദ്യോഗികമായി കൊടുത്ത പൈസ. അനൗദ്യോഗികമായിട്ട് ആർക്കൊക്കെ എന്തൊക്കെ കൊടുത്തു എന്നില്ല ആർക്കറിയാം. അപ്പൊ ഇതൊന്നും ഇവിടുത്തെ പാർട്ടിക്കാർക്കും സഖാക്കൾക്കും മനസ്സിലാവില്ലേ? കേരളത്തിലെ ജനങ്ങൾക്ക് പണം 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 പണം. ഒരു പണം കൊണ്ട് എന്താ പറയാ മൂടുക. ഞാൻ പറഞ്ഞില്ലേ, ഈ പറയുന്ന മുഹമ്മദ് റിയാസ് എന്ന് ആ വീട്ടിലേക്ക് കാലുകുത്തിയോ അന്ന് ആ നിമിഷം ആരംഭിച്ചു പിണറായിയുടെ അവസാനത്തിന്റെ ആരംഭം. പിണറായിസത്തെ ഈ രീതിയിൽ ഷേപ്പ് ഔട്ട് ചെയ്തത് ഈ പറയുന്ന ശശിയും ഈ പറയുന്ന മുഹമ്മദ് റിയാസുമാണ്. മകളെ പേരിൽ നിരവധിയായ കണ്ടെത്തലാണ് കേന്ദ്ര ഏജൻസികൾ. അതൊരു ഭാഗത്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഒന്നുമില്ലെങ്കിൽ മകളുടെ ഉള്ളിലേക്ക്, അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞ പോലെ ചെയ്തോളണം. ആദ്യത്തെ ഡിമാൻഡ് ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുക്കണം. ഉണ്ടാക്കി കൊടുത്തു ഈ അജിത് കുമാർ. അതല്ലേ PV അൻവർ ആവർത്തിച്ച് പറയുന്നത്? എന്താണ് ഈ അജിത് കുമാറിനെ ഇപ്പോഴും സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നത്? അജിത് കുമാർ ഒന്ന് പുറത്തു വന്നോട്ടെ. അദ്ദേഹം ചിലരോട് അടിച്ച ഡയലോഗ് എനിക്കറിയാം. എന്നെ തൊട്ട് നോക്കട്ടെ. അദ്ദേഹത്തിന്റെ ആ റാങ്ക് ആൻഡ് ഫയലിലുള്ള ചില ഓഫീസർമാരോട് പറഞ്ഞത് എന്നെ ഒരു ചുക്ക് ചെയ്യാൻ പോകണില്ല പിണറായി, ഒന്ന് തൊട്ട് നോക്കട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാൻ. മനസ്സിലായോ? ഇതൊന്നും കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവില്ലേ? ഇതന്നെ വിഷയം. ഇല്ല, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. CPM വോട്ട് പിണറായിസം തകർന്നടിയും, ഒരു തർക്കമില്ല. പിണറായിസത്തിന്റെ തകർച്ച ആരംഭിക്കുന്ന നിലമ്പൂരിൽ തന്നെയാണ്. വലിയ രീതിയിലുള്ള വോട്ട് ഈ ഘട്ടത്തിൽ CPMൽ നിന്ന് തന്നെയാണ് വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും അതേപോലെ UDF നിന്ന് വോട്ട് വരുന്നുണ്ട്. പക്ഷേ ഭൂരിപക്ഷ വോട്ട് പിടിക്കാൻ പോകുന്നത് CPMൽ നിന്നാണ്, LDFൽ നിന്നാണ്. അവിടെ ജനങ്ങളാ വോട്ട് ചെയ്ത്, അതിലെല്ലാവരും പെടും.
അല്ല, എനിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിണറായിസം തോൽക്കണം അവിടെ. അവിടെ രണ്ട് പിണറായിമാരാണല്ലോ ഉള്ളത്. ഒന്ന് തെളിഞ്ഞ പിണറായി, ഒന്ന് ഒളിഞ്ഞ പിണറായിയാണ്. അപ്പം സ്വാഭാവികമായിട്ടും തെളിഞ്ഞ പിണറായി തോൽക്കണം. എൻ്റെ പോരാട്ടം പിണറായിസത്തിനെതിരാണല്ലോ. എനിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തെളിഞ്ഞ പിണറായി തോൽക്കണം. അല്ല, സ്വാഭാവികമായിട്ടും അപ്പൊ വരുന്ന UDF സ്ഥാനാർത്ഥിയാവുമല്ലോ. ഈ ഒളിഞ്ഞ പിണറായി ജയിക്കും. അപ്പോൾ ജയിച്ചോട്ടെ. തെളിഞ്ഞ പിണറായി ജയിക്കുന്നതിനേക്കാളും നല്ലത് ഒളിഞ്ഞ പിണറായി ജയിക്കുന്നതല്ലേ. അത് തന്നെയായാലും നിലപാട്. എങ്ങനെ? ഇല്ലല്ല, അതൊക്കെ പേഴ്സണൽ കോണ്ടാക്ട് ആണ്. ഇപ്പൊ നമ്മള് പബ്ലിക്കായി പറയണ്ടല്ല. അപ്പൊ ഏതായാലും നമുക്ക് അവസാനിപ്പിക്കാം. ഒന്ന് അതൊക്കെ ജനങ്ങളുടെ ഭാഗമാണ്. ജനങ്ങളാണ് വോട്ട് ചെയ്തത്. അപ്പോൾ നിലമ്പൂരിലെ ജനങ്ങളോട് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള അവർ നൽകിയ സ്നേഹത്തിനും പിന്തുണക്കും പ്രാർത്ഥനക്കും അവർ നൽകിയ വോട്ടിനും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. പത്രപ്രവർത്തകരായ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ പിന്നാലെ നടന്നിട്ട്. നിങ്ങളും ഒരുപാട് പ്രതിസന്ധി, രാവിലെ ഉറക്കൊഴിച്ചും രാത്രി എന്താ പറയുക വൈകി കിടന്നിട്ടും 5 മണിക്കും 6 മണിക്കും വന്ന് എന്നെ കാണാനും അതിൽ ഒരുപാട് ആളുകൾ സത്യസന്ധമായി ഈ കാര്യങ്ങൾ നല്ല രീതിയിൽ വിലയിരുത്താനൊക്കെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരോടും നിങ്ങളോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഓക്കെ.